ന്യായീകരണ തൊഴിലാളികളും കാപ്സ്യൂൾ തൊഴിലാളികളുമൊക്കെ ഈ പെൺകുട്ടിയെ എന്തിനാണ് മത്സരിപ്പിച്ചത്, ഒരു പാട്ട് പാടിയ പെൺകുട്ടിയല്ലേ എന്നൊക്കെ ചോദിച്ച് രാഷ്ട്രീയത്തെ തള്ളിപ്പറഞ്ഞു. പക്ഷേ ആലോചിക്കേണ്ട ഒരു വിഷയം, എന്തുകൊണ്ട് ബി ജെ പിയും NDA സഖ്യവും അല്ലെങ്കിൽ നിതീഷ് കുമാറുമൊക്കെ ബീഹാറിൽ ജയിക്കുന്നു, എന്തുകൊണ്ട് കോൺഗ്രസ് പരാജയപ്പെടുന്നു? ഇത് വളരെ ഗൗരവതരമായ ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടെത്തിക്കൊണ്ടല്ലാതെ മൈഥിലി ഠാക്കൂർമാരെയൊന്നും നമുക്ക് എതിർക്കാൻ കഴിയില്ല. മഹാഭൂരിപക്ഷം വരുന്ന ബീഹാറിൽ എന്തുകൊണ്ട് അവിടുത്തെ ജനത ഇങ്ങനെ വോട്ട് ചെയ്തു? 10,000 രൂപ വീതം ആളുകൾക്ക് ബാങ്കിൽ ഇട്ട് കൊടുത്തത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കേരളത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പേ 1600 പെൻഷൻ 2000 ആക്കിയില്ലേ? 1000 രൂപ വീതം സ്ത്രീ സുരക്ഷാ പെൻഷൻ കൊടുത്തില്ലേ? അപ്പോൾ കേരളത്തിൽ ഇതൊക്കെ കൊടുക്കാം ഇലക്ഷന് മുമ്പേ. ബീഹാറിൽ കൊടുക്കുമ്പോൾ, നിതീഷ് കുമാർ കൊടുക്കുമ്പോൾ അത് ശരിയാവില്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ നിതീഷ് കുമാറിനെ ന്യായീകരിക്കാനോ BJP ന്യായീകരിക്കാനോ കോൺഗ്രസിനെ തള്ളിപ്പറയാനോ ഇതല്ല പറയുന്നത്. പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയം മാറിക്കളിക്കുന്ന പുതിയ രീതിശാസ്ത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒരുപക്ഷെ കോൺഗ്രസിനത് മനസ്സിലായി കാണില്ല. സമൂഹത്തിലെ വ്യത്യസ്തമായ പ്രൊഫഷണലുകളെയും ആളുകളെയും വളരെ വ്യത്യസ്തരായിട്ടുള്ള ആളുകളെയും ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് അങ്ങനെ തന്നെ ഇലക്ഷനിലൊക്കെ നിർത്തി വലിയ ഒരു ക്യാമ്പയിനൊക്കെ നടത്തിയിട്ടാണ് അവിടെ തീർച്ചയായിട്ടും ഈ ബീഹാറിൽ വോട്ട് പിടിച്ചിരിക്കുന്നത്. അതേസമയം ഇപ്പുറത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി ബീഹാറുകാരനല്ല. അദ്ദേഹം ബീഹാറിൽ പോയി വലുതായിട്ടൊന്നും ചെയ്യാനുമില്ല.